നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. മഴയിൽ തകർന്ന വയോധികയുടെ വീട് CPIM നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം MM മണി നിർവഹിച്ചു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പട്ടണത്തിൽ ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പാൻ മസാലകൾ വിൽപ്പന നടത്തിയ ഒരാൾ പിടിയിൽ. മഴയിൽ തകർന്ന വയോധികയുടെ വീട് CPIM നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം MM മണി നിർവഹിച്ചു. തിങ്കളാഴ്ച നടന്ന പെട്രോൾ പമ്പ് സമരം കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. പുതിയ പമ്പുകൾക്ക് അനുമതി നൽകുന്ന സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ സമരം നടത്തിയത്. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിൽ SLC അവാർഡ് വിതരണവും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. BJP വിട്ട CPIMൽ ചേർന്ന മനോജിന് ഏരൂർ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. മഴയിൽ തകർന്ന വയോധികയുടെ വീട് CPIM നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനം MM മണി നിർവഹിച്ചു. ഏരൂർ പാണയം കാരംകുളത്ത് കൊച്ചുവീട്ടിൽ രാജമ്മയ്ക്കാണ് CPIMന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ മെയ് 19 തീയതി പെയ്ത മഴയിലും കാറ്റിലും രാജമ്മയുടെ വീട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ബന്ധുക്കളുടെ ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധമാതാവിന് പുതിയ വീട് CPIM ഏരൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. അഫ്സലിന്റെ അധ്യക്ഷതയിൽ പാണയം ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇന്ത്യയിലെ വ്യവസായികളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മൻമോഹൻ സിംഗ് ഭരണം കാഴ്ചവെച്ചതെന്നും BJP സർക്കാർ യോഗയെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MM മണി പറഞ്ഞു. കൊച്ചു കേരളത്തിൽ ഹിന്ദുവർഗീയ ഫാസറ്റുകൾ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കി 23% വോട്ട് നേടി എന്ന കാര്യം വളരെ ഗൗരവമായി രാജ്യത്തെ ജനങ്ങൾ, പുരോഗമന ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതാണ് അത്തരം കാര്യങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാകുകയും ആവശ്യമായ തിരുത്തൽ നടപടികൾ ആവശ്യമെങ്കിൽ അത്തരം തിരുത്തൽ നടപടികളെല്ലാം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായിരുന്നാലും ഇവിടെ ഉമ്മൻചാണ്ടിക്കും ആന്റണിക്ക് ഒന്നും ഇത് മനസ്സിലായില്ലെങ്കിൽ പോലും, UDFന്റെ നേതൃത്വത്തിന് ഇത് മനസ്സിലായില്ലെങ്കിൽ പോലും പത്ര റിപ്പോർട്ടുകൾ പറയുന്നത് സോണിയാഗാന്ധിക്കും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ഉമ്മൻചാണ്ടി ഇവിടെ കളിച്ച കളി, രാഷ്ട്രീയ കളിയോട് അങ്ങേയറ്റത്തെ അസംതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ സ്വാഗതാർഹമായ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ കാണാൻ പട്ടുകിടപ്പ് കിടന്നിട്ടും അവസരം കിട്ടിയില്ല, കാണാൻ കഴിഞ്ഞില്ല, സോണിയാഗാന്ധി കാണാൻ കൂട്ടാക്കിയില്ല എന്നെല്ലാമുള്ള കാര്യമുണ്ട്. രണ്ട് കാര്യം: ഒന്ന്, അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരവേല; രണ്ട്, അദാനിക്ക് ഇല്ലേ, മോഡിയുടെ പ്രിയപ്പെട്ട ആളാ, മോഡി വളർത്തിക്കൊണ്ടുവന്ന വളർത്തുപുത്രനാണ് അദാനി എന്ന് പറയുന്ന ഇന്ത്യൻ കുത്തക മുതലാളി. അദാനിക്ക് പ്രിയപ്പെട്ടവരൊരു ഗൂഢാലോചനയിൽ കൂടി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ കോൺട്രാക്ട് കൊടുക്കാൻ ഇടയായ സാഹചര്യങ്ങളെ പറ്റി കോൺഗ്രസ് നേതൃത്വത്തിൽ സംശയമുണ്ട്. പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് മറികടന്നാണ് കൊടുത്തതെന്നാണ് ചില പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അളിയനറിയാവോ? ബേല കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കേലും അറിയാവോ? അന്തോണിക്കറിയാവോ? ബേല അന്തോണി പറഞ്ഞു മൃഗമൃഗാദി രസായനം കഴിച്ചിട്ട് പുള്ളി ശക്തനായി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഓഹോ, വന്നിരിക്കുകയാണ് ഇപ്പോ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതെ ഇനിയിപ്പം വന്ന് അവസാനം മഹാത്മാഗാന്ധിയെ കൊന്ന കാപാലികന്മാരുടെ കയ്യിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൊടുത്തിട്ടോ ഇപ്പൊ തപ്പുകയാണ് പ്രിയപ്പെട്ടവരെ. ആ ഹോട്ടലും ഇല്ല, ഒറ്റാലിലും ഇല്ല, പോവും. ആ പരുവാണ്. എങ്ങനുണ്ട്? ബഹുകേമല്ലേ പ്രിയപ്പെട്ടവരെ, ബഹുകേമ. ഇനി കൃഷിക്കാരെ പറ്റി പഠിക്കുക പുള്ളി. ഈയിടെ കേദാർനാഥിൽ പോയി 59 ദിവസം നാട് വിട്ടു. എനിക്ക് തോന്നുന്നത് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കളിച്ചു പോയതാന്നാ. പുള്ളി കേരളത്തിൽ വന്നപ്പോ എങ്ങാണേലും ആലപ്പുഴയിലാ പോക്ക്. ആലപ്പുഴയിൽ പോയാൽ കുട്ടനാട്ടിൽ കണിശാ പോകും. ഹൗസ് ബോട്ടൻ പുള്ളി, മനസ്സിലായില്ലേ? പുള്ളി എവിടാ? കേദാർനാഥിലൊന്ന് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വൈദ്യുതി പ്രവാഹം പോലെ എന്നാ ചില പത്രങ്ങൾ എഴുതുന്നത്. ശക്തി. പുള്ളി പഞ്ചാബിലേക്ക് ഒരൊറ്റ പോകാം കൃഷിക്കാരെ പറ്റി പഠിക്കാൻ. അതോ ലോക്കൽ ട്രെയിനിന്റെ മഹാവാർത്ത. ആഹാ, പണ്ട് കർഷക തൊഴിലാളി പാവം ഹരിജനങ്ങളുടെ കടയിൽ ഇഡ്ഡലി. ചടങ്ങിൽ തണൽ ക്ഷേമ പദ്ധതിയുടെ വിതരണോദ്ഘാടനവും നടന്നു.
ഉറ്റവരും ഉടയവരുമില്ലാതെയും ജോലി ചെയ്തു നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയും കഷ്ടപ്പെടുന്നവർക്ക് പ്രതിമാസം 500 രൂപയും മാസം 10 കിലോഗ്രാം അരിയും നൽകുന്നതാണ് തണൽ ക്ഷേമ പദ്ധതി. ഇതിന്റെ വിതരണം CPIM ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം CPIM നേതാക്കളായ അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ്, സുജാ ചന്ദ്രബാബു, ജി ശശിധരൻ പിള്ള, AJ പ്രദീപ്, കെ സുകുമാരൻ എന്നിവർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് S സൂരജ്, PG പ്രദീപ്, KR ബാബു, J ജയേഷ്, അജയൻ എന്നിവർ സംസാരിച്ചു. S ഹരിരാജ് സ്വാഗതവും PG പ്രദീപ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. രാജമ്മയ്ക്ക് ഇനി അന്തി ഉറങ്ങാം, ആരെയും പേടിക്കാതെ. മഴയിൽ തകർന്ന വീടിനു പകരമായി CPIM വെച്ചു നൽകിയ വീടിനു മുന്നിൽ ആനന്ദ കണ്ണീരുമായി രാജമ്മ ADV ന്യൂസിനോട് പ്രതികരിച്ചു. മെയ് 19-ാം തീയതിയാണ് തോരാതെ പെയ്ത മഴയിൽ വീട് നഷ്ടമായ രാജമ്മയുടെ അവസ്ഥ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് CPIMന്റെ നേതൃത്വത്തിൽ രാജമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. വീട് ഇടിഞ്ഞു വീണപ്പോൾ കരഞ്ഞുവെങ്കിലും ഇന്ന് ചിരിച്ച മുഖത്തോടെ സംസാരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ മുത്തശ്ശി ക്യാമറയ്ക്ക് മുന്നിൽ വിതുമ്പുന്നുണ്ടായിരുന്നു. തനിക്ക് തലചായ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് രാജമ്മ പറഞ്ഞു. എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും കയറി കിടക്കണം ഇല്ലാത്തതിൻ്റെ പേര് കിട്ടിയോടും എല്ലാവരും നന്ദി പറയുന്നു. പുതിയ വീട് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, ആരും വന്നിട്ടൊന്നുമില്ല, മക്കളാരും വന്നിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു തൃപ്തി പോലെ തോന്നുന്നു. വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. മറ്റത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. സന്തോഷം തന്നെ. എനിക്കിത് കിട്ടുമെന്നുള്ള യാതൊരു തോന്നലും എനിക്കില്ലായിരുന്നു. എല്ലാവരും കൂടെ സഹായിച്ചപ്പോഴത്തേനും എനിക്ക് സന്തോഷമായിരിക്കുക. ഓ, ഇടിഞ്ഞു വീണ സമയത്ത് ഞാൻ മുറ്റത്തില്ലായിരുന്നു തോന്നുന്നേ. നാട്ടുകാരോട് നന്ദി പറയണം. അല്ലാതെ എൻ്റെ മക്കളെ പോലുള്ളവർ എല്ലാവരും വന്ന് എന്നെ സന്തോഷമായിട്ട് വിളിച്ചിട്ട് ഇത്രയും ചെയ്തു തന്നേന്ന് ഞാൻ നന്ദി പറയുന്നു. അതിനും കയ്യിലങ്ങ് ഒരു മാർക്കും ഇല്ല. എല്ലാവരും പിന്നെ പറയുന്നു, പാലുകാച്ച ഞങ്ങളോട് പറയത്തില്ല എന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം ചോദിക്കുന്നു എൻ്റെ അടുത്ത്. സന്തോഷം തോന്നി, നന്ദി പറഞ്ഞു. വീടിന്റെ താക്കോൽ ദാനം കഴിഞ്ഞെങ്കിലും താമസമായിട്ടില്ല. വീടിന്റെ പാലുകാച്ചിന് വരണമെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി രാജമ്മ ഞങ്ങളെ യാത്രയാക്കി. അന്തി ഉറങ്ങാൻ സുരക്ഷിതമുള്ള ഒരു വീടുണ്ടെന്ന വിശ്വാസത്തോടെ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പട്ടണത്തിൽ ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പാൻ മസാലകൾ വിൽപ്പന നടത്തിയ ഒരാൾ പിടിയിൽ. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പട്ടണത്തിൽ ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ നടത്തിയ റെയ്ഡിലാണ് പാൻ മസാലകൾ പിടികൂടിയത്. തടിക്കാട് സ്വദേശി ഫസൽ എന്നയാളുടെ കടയിൽ നിന്നുമാണ് പാൻ മസാലകളും സിഗരറ്റുകളും പിടികൂടിയത്. സംഭവത്തെ തുടർന്ന് സ്കൂളുകളുടെ പരിസരങ്ങളിലും റെയ്ഡ് വ്യാപിപ്പിക്കുമെന്ന് അഞ്ചൽ SI മനോജ് അറിയിച്ചു. അഞ്ചൽ ടൗണിൽ നിരോധിത പുതിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിവരം കിട്ടി. ജാസ്മിൻ സ്റ്റോഴ്സ് എന്ന കടയിൽ റെയ്ഡ് നടത്തിയതിൽ 10ഓളം പാൻപരാഗ് വിദേശനിർമ്മിതമായ ഇന്ത്യയിൽ വിൽക്കാൻ ചാരിറ്റി വാണിംഗൊന്നും ഇല്ലാത്ത പുതിയ സിഗരറ്റുകൾ വിൽക്കുന്നു. റിപ്പോർട്ട് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കട നടത്തിയിരുന്നത് തടിക്കാട് സ്വദേശിയായ ബഷീർ മലൻ ഫസലാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. റെയ്ഡ് മേഖലയിൽ ഇപ്പം പാൻ മസാല വ്യാപകമൊന്നും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ റെയ്ഡ് ഇപ്പം സജീവമാകുന്നത്? ഓപ്പറേഷൻ മൺസൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം, സ്കൂളുകളുടെയും സേഫ് ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് എന്ന് പറഞ്ഞ നേരത്തെയുള്ള ഒരു പ്രോഗ്രാം, ഒരു മാസം ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളെ കുറിച്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള വിവരങ്ങൾ ശേഖരിച്ച് അടിസ്ഥാനത്തിലാണ് നടത്തിയത്. ഓപ്പറേഷൻ മൺസൂൺ എന്ന് പറഞ്ഞത്. ഈ ഓപ്പറേഷൻ മൺസൂൺ എന്ന പദ്ധതി ഇനിയും തുടരുന്നതാണ്? ഉണ്ട്. അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സുകൾ, അത് ജനമൈത്രി ഏരിയയുമായി ജനമൈത്രി ബീറ്റുകളും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സ്കൂളുകളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കും. ഇതിനുള്ള അവബോധം വളർത്തുന്നതിനുള്ള കാര്യങ്ങൾ ഈ ഒരു മാസക്കാലം ചെയ്യുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ഈസ്റ്റ് സ്കൂളുകൾ, കരികോൾ സ്കൂൾ, ലോവർ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ അടുത്ത 2 ആഴ്ചകളും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതാണ്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഇവിടെ ആഭിമുഖ്യത്തിൽ നിരോധിച്ച പാൻ മസാലകൾ അഞ്ചൽ പട്ടണത്തിൽ വ്യാപകമാകുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ഇതിന്റെ വിൽപ്പന നടക്കാറുമുണ്ട്. അഞ്ചലിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും മനോജ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. BJP വിട്ട് CPIM-ൽ ചേർന്ന മനോജിന് ഏരൂർ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. BJP വിട്ട് CPIM-ൽ ചേർന്ന മനോജിന് ഏരൂർ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. കഴിഞ്ഞ 20 വർഷമായി ഏരൂർ ആലഞ്ചേരി മേഖലയിൽ BJPയുടെ പ്രവർത്തകനായും RSSന്റെ കാര്യവാഹ്, മുഖ്യശിക്ഷക് എന്നീ ചുമതലകളിലും പ്രവർത്തിച്ചു വരികയായിരുന്നു ആലഞ്ചേരി മനോജ്. പാണയത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി മനോജിനെ ചുവപ്പുമാല അണിഞ്ഞ് സ്വീകരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ, ഏരിയ സെക്രട്ടറി PS സുമൻ, G. ശശിധരൻപിള്ള, K. സുകുമാരൻ, PG പ്രദീപ്, S. ഹരിരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചണ്ണപ്പേട്ട മാർത്തോമ ഹൈസ്കൂളിൽ SLC അവാർഡ് വിതരണവും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ചണ്ണപ്പേട്ട മാർത്തോമ ഹൈസ്കൂളിൽ SSLC അവാർഡ് വിതരണവും ഈ അധ്യയന വർഷത്തെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. സ്കൂൾ ബാൻഡ് സംഘം അവതരിപ്പിച്ച പരിപാടിയോടുകൂടി ഭാരവാഹികളെ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. മഴ പ്രതികൂലമായതിനാൽ പലരും നനഞ്ഞുകൊണ്ടാണ് വേദിയിൽ കടന്നു വന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ O. ശാമുൽകുട്ടി സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് PTA പ്രസിഡന്റ് K. ജോയിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ നിർവഹിച്ചു. SSLCക്ക് ഉന്നത വിജയം നേടാൻ നൈറ്റ് ക്ലാസുകൾ ഏറെ സഹായിച്ചുവെന്നും സ്കൂളിൽ +2 ബാച്ച് തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജുമൈലത്ത് ഷാജഹാൻ പറഞ്ഞു. ഏകദേശം 4-4.5 വർഷക്കാലമായി അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി പ്രവർത്തിച്ച ഞാൻ ആദ്യം ഈ സ്കൂൾ അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. അന്നു മുതൽ ഈ സ്കൂളുമായി ഒരു അഭേദ്യമായ ബന്ധം എനിക്കുണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഉള്ള ഓരോരോ പ്രവർത്തനങ്ങളിലും ഞാൻ ബന്ധപ്പെടുകയും
നമ്മുടെ ഈ സ്കൂളിൻ്റെ HM ആയി അന്ന് പ്രവർത്തിച്ചിരുന്ന ഷിബു സാറുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിബു സാറിന് ഈ സ്കൂളിനോടുള്ള ഉത്തരവാദിത്വവും കടപ്പാടും ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് വളരെ ധൈര്യപൂർവ്വം അയക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മർത്തോമ സ്കൂളിന് ഇന്ന് കൈവരിച്ചിട്ടുണ്ട്. തുടർന്ന് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ആവണി രാജിനെ ജുമൈലത്ത് ഷാജഹാൻ സ്വർണ്ണ മെഡൽ നൽകി ആദരിച്ചു. കൂടാതെ ഉന്നത വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്ററായ ഷിബു ജോർജിന് PTA പ്രസിഡന്റ് ഉപഹാരം നൽകി. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം EA സ്കൂൾ മാനേജർ സൂസമ്മ മാത്യു നിർവഹിച്ചു. വിദ്യാർത്ഥികളെ സന്തോഷപ്രദമാക്കുന്ന നിരവധി കുസൃതി ചോദ്യങ്ങൾ സൂസമ്മ മാത്യു ചോദിച്ചത് പരിപാടിയിൽ ചിരി നിറച്ചു. അലയമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്, LIC അംഗം എബ്രഹാം വർഗീസ്, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗം VV മേരിക്കുട്ടി, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗം ജിജു ഉമ്മൻ, ഷിബു ജോർജ്, തോമസ് മാത്യു, രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജേക്കബ് അറക്കൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രേമം സിനിമയുടെ വ്യാജ CD പ്രചരിക്കുന്നതിനെതിരെയുള്ള അന്വേഷണം പ്രഹസനമാണെന്ന് ആരോപിച്ച് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യാഴാഴ്ച തിയേറ്ററുകൾ അടച്ചിടും. തിങ്കളാഴ്ച നടന്ന പെട്രോൾ പമ്പ് സമരം കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. പുതിയ പമ്പുകൾക്ക് അനുമതി നൽകുന്ന സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ സമരം നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് നടത്തിയ സമരം പൂർണ്ണം. കിഴക്കൻ മേഖലയിൽ പമ്പുകൾ തുറന്നു പ്രവർത്തിച്ചില്ല. പമ്പുകൾ അടഞ്ഞുകിടന്നത് ബസ് സർവീസുകളെയോ ഓട്ടോറിക്ഷ ടാക്സികളെയോ ബാധിച്ചില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയിൽ ആരംഭിച്ച പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി വരെ തുടർന്നു. പുതിയ പമ്പുകൾക്ക് വേണ്ടി നൽകിയതും ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ലാത്തതുമായ മുഴുവൻ അനുമതി പത്രങ്ങളും നിർത്തലാക്കുക, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിന്മേൽ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം പമ്പുകൾക്ക് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിങ്കളാഴ്ച പമ്പുകൾ അടച്ചിട്ട് സമരത്തിന് പമ്പുടമകൾ തയ്യാറായത്. ചില സ്വകാര്യ വാഹന ഉടമകൾ മാത്രമാണ് പമ്പ് സമരം വലച്ചത്. പെട്ടെന്നുണ്ടായ ദീർഘദൂര യാത്രകൾ പലതും തടസ്സപ്പെട്ടു. മുൻകൂട്ടി പമ്പ് സമരത്തെക്കുറിച്ച് അറിഞ്ഞതിനാൽ ഞായറാഴ്ച തന്നെ വേണ്ടത്ര പെട്രോളും ഡീസലും കരുതാൻ മിക്ക ഉപഭോക്താക്കളും തയ്യാറായി. പമ്പ് സമരം കിഴക്കൻ മേഖലയിൽ പൂർണ്ണമായിരുന്നെങ്കിലും പൊതുജനത്തെ സമരം ബാധിച്ചില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ പട്ടണത്തിൽ ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പാൻ മസാലകൾ വിൽപ്പന നടത്തിയ ഒരാൾ പിടിയിൽ. മഴയിൽ തകർന്ന വയോധികയുടെ വീട് CPIM നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽ ദാനം MM മണി നിർവഹിച്ചു. തിങ്കളാഴ്ച നടന്ന പെട്രോൾ പമ്പ് സമരം കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. പുതിയ പമ്പുകൾക്ക് അനുമതി നൽകുന്ന സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ സമരം നടത്തിയത്. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിൽ SSLC അവാർഡ് വിതരണവും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. BJP വിട്ട CPIMൽ ചേർന്ന മനോജിന് ഏരൂർ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.